ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുരോഹിത ശുശ്രൂഷ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ശുശ്രൂഷ നമ്മിൽ നിറവേറുന്നത്. പഴയ നിയമകാലത്ത് വിശുദ്ധ ദൈവാലയങ്ങളിൽ 3 പ്രധാന സ്ഥലങ്ങളാണുള്ളത്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ദൈവത്തിൻ്റെ പേടകം വസിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധീകരിച്ച അഹരോന്റെ ഗൃഹത്തിലുള്ള പുരോഹിതർക്ക് മാത്രമാണ് ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള അനുവാദമുള്ളത്. പുരോഹിതർ വിവിധ യാഗങ്ങളിലൂടെ ദൈവത്തോട് ജനത്തിൻ്റെ ആവശ്യങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് മഹാപുരോഹിതർക്ക് ഉള്ളത്. ആരാധനാ രീതികൾക്കും ശുശ്രൂഷകൾക്കുമൊക്കെ കാലഘട്ടങ്ങൾ മാറുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ പുരോഹിതരെ തരംതാഴ്ത്തുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന വ്യക്തി സഭാ സമൂഹങ്ങൾ ഇന്ന് നിലവിലുണ്ട്. എന്നാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ദൈവം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ്. ഏകാഗ്രതയോടെ ആ ഹൃദയത്തിലേക്ക്, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ ദൈവത്തിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ പറയുക എന്ന പുരോഹിത ശുശ്രൂഷ നമ്മിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന മഹാപുരോഹിത ശുശ്രൂഷയുമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്ന ആ സത്യത്തെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവപരിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരുന്നത്. നാം എല്ലാവരും തിരഞ്ഞെടുത്ത വിശുദ്ധ പുരോഹിത വർഗമായിട്ട് മാറുന്നത്. യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും എന്ന്. പത്രോസിനെ പോലെ പാറകളായിട്ട്, ഉറപ്പുള്ളവരായിട്ട്, ധൈര്യമുള്ളവരായിട്ട് നാം മാറുമ്പോഴാണ് ദൈവം വസിക്കുന്ന സാക്ഷ്യപീഠവും അതിനോട് ചേർന്നിരിക്കുന്ന യേശു ക്രിസ്തു എന്ന കൃപാസനവുമുള്ള സഭ, കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ പണിയുന്നത്. ദൈവം വസിക്കുന്ന സാക്ഷ്യപീഠകവും അതിനെ പൊതിയുന്ന യേശു ക്രിസ്തുവാകുന്ന കൃപാസനവും വസിക്കുന്ന യേശു ക്രിസ്തു രൂപപ്പെടുത്തുന്ന സഭ നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാപിതമാണ്. ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് വിശുദ്ധ പുരോഹിത വംശമായിട്ട് കടന്നു ചെല്ലാം. സ്തുതി എന്ന യാഗങ്ങളായിട്ട്, സ്തോത്രം എന്ന യാഗങ്ങളായിട്ട്, വിശ്വാസം എന്ന യാഗങ്ങളായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അങ്ങനെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനകൾ ഉയരട്ടെ.